പുല്ലുപാറ വാഹന അപകടത്തിലെ കെഎസ്ആർടിസി ബസ് മോട്ടോർ വാഹന വകുപ്പ് അധികാരികൾ പരിശോധിച്ചു. 4 പേരുടെയും മരണത്തിന് ഇടയാക്കിയ വാഹന അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO KK രാജീവ്, വണ്ടിപ്പെരിയാർ ജോയിന്റ് RTO TM ഇബ്രാഹിംകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ബസ് പരിശോധിച്ചത്. ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഇന്നലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് കൈമാറിയിരുന്നു. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു സംഘത്തിന്റെ വിശദമായ പരിശോധന. പെരുവന്താനം പോലീസ് സ്റ്റേഷന് സമീപം എത്തിച്ച ബസിന്റെ സാങ്കേതിക സംവിധാനങ്ങളാണ് സംഘം പരിശോധിച്ചത്. പ്രാഥമിക പരിശോധനയിൽ ബ്രേക്കിന് തകരാർ കണ്ടെത്താൻ ആയില്ലെന്ന സൂചനയാണ് അധികാരികൾ പങ്കുവച്ചത്. പ്രാഥമിക പരിശോധനയിൽ ഇതെല്ലാം ഫംഗ്ഷനിങ് ആണ്, ബ്രേക്ക് സിസ്റ്റങ്ങളൊക്കെ ഫംഗ്ഷനിങ് ആണ്. പിന്നെ ഇതിൻ്റെ ഫൈനൽ ഇത് ഈ ഡ്രം അഴിച്ച് ഇവിടെ വഴിയിലിട്ട് അഴിക്കാൻ പറ്റില്ല. അത് അഴിച്ച് ഡിപ്പോയിൽ ചെന്ന് അഴിച്ച് നോക്കിയിട്ട് സ്പീഡ് കൗണ്ടൊക്കെ ഉണ്ട്. ഫംഗ്ഷൻ നമുക്ക് ഓടിച്ചു നോക്കില്ല പറയും. വണ്ടി ഇപ്പോൾ ഓടിച്ചു നോക്കാവുന്ന കണ്ടീഷനിലല്ല, സംഭവം കണക്റ്റഡാണ്. കൂടുതൽ പരിശോധനയുടെ ഭാഗമായി ബസ് പൊൻകുന്നം ഡിപ്പോയിലെത്തിച്ച് ബ്രേക്ക് ഡ്രം അഴിച്ച് പരിശോധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. സാങ്കേതിക സംവിധാനങ്ങൾ നിലവിൽ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അന്തിമമായ തീരുമാനത്തിനാണ് ഈ വണ്ടിയുടെ ഘടകഭാഗം, അതായത് ഹബ്ബ് അഴിച്ചിട്ട് ബ്രേക്ക് ഷൂവിൻ്റെ നിലവിലുള്ള സ്ഥിതി കൂടി പരിശോധിച്ച ശേഷം അന്തിമമായ തീരുമാനത്തിലെത്തും. പിന്നെ മറ്റുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് എന്നുള്ള നിലയിൽ അഭിപ്രായം പറയുന്നില്ല. റിപ്പോർട്ട് ഈ ഭാഗം കൂടി അയച്ച ശേഷം നമ്മൾ വണ്ടി റിലീസ് ചെയ്യാനുള്ള അനുമതി കൊടുക്കും. റിപ്പോർട്ട് ഈ വക കാര്യങ്ങൾ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ്, KSRTC, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ഈ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടിയാലോചിച്ചിട്ട് റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ കൊടുക്കും. ഇതിനുശേഷമായിരിക്കും പോലീസും KSRTCയും അടക്കം കൂടിയാലോചിച്ച അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. ബ്രേക്ക് ഷൂവിന്റെ നിലവിലെ സ്ഥിതി കൂടി അറിയുന്നതിനായാണ് ഇത് അഴിച്ച് പരിശോധിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ പുല്ലുപാറ അപകടം നടന്നത്. തഞ്ചാവൂർ പോയി മടങ്ങി വന്ന സംഘം സഞ്ചരിച്ച KSRTC ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറയുകയായിരുന്നു. മാവേലിക്കര സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.